നമ്മുടെ ചാനൽ 20K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഞാൻ എൻ്റെ ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വെറും 0 ബഡ്ജറ്റിലാണ്. എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഗ്രീൻ സ്ക്രീൻ ആണെന്ന് കുറച്ച് ആൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ അല്ല. നമുക്ക് ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ സ്ക്രീൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ മാത്രം ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പാണ് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാനെങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞാനെങ്ങനെ യൂട്യൂബ് വീഡിയോസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ ആ ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് ഞാനെങ്ങനെയാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, നമുക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മാൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അതിപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ആ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ്, ആ ഒരു പ്രൊഫഷണൽ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഫഷണൽ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ട്രൈപ്പോഡ് അതിൻ്റെ മുകളിൽ നമ്മളെ ആ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഫോണ് ഇത് Redmi 8 എടുക്കലാണ്. ഞാൻ ഈ ഫോൺ മാത്രമല്ല നമ്മളെ ഒരു Poco M2 Pro 2 ഫോൺ ഞാൻ ഉപയോഗിക്കലുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2 ഫോൺ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ട്രൈപ്പോഡ്. ഈ ഒരു ട്രൈപ്പോഡ് ഞാൻ എൻ്റെ ഈ ഒരു ചാനൽ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ട്രൈപ്പോഡാണ്. 200 രൂപേൻ്റെ അടുത്ത് വില ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു ട്രൈപ്പോഡാണ് ഈ ഒരു ട്രൈപ്പോഡ്. അത് വെച്ചിട്ടാണ് ഇത്ര കാലം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രൈപ്പോഡ് നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ട്രൈപ്പോഡ് അല്ലാണ്ട് നിങ്ങൾക്ക് പൈപ്പെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈപ്പോഡ് ആക്കുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രൈപ്പോഡ് ഉണ്ടാക്കാം. പിന്നെ അത് വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ അതിൽ ഒരു ബേസിക് ക്വാളിറ്റി ഉള്ളൊരു മൊബൈൽ ഫോൺ കാര്യങ്ങളാണ് വേണ്ടത്. എൻ്റെ കൈമിലുള്ള ഈ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക്. ഈ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നതും ഈ ഒരു മൈക്ക് വെച്ചിട്ടാണ്. എനിക്കിപ്പോൾ ഈ ഒരു മൈക്ക് ഈ ഒരു പൈസ തന്നെ ഒരു മൈക്ക് വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അതല്ലാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ ഫോണിൻ്റെ മൈക്ക് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ ഒരു ട്രൈപ്പോഡിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ക്യാമറയും ഈ ഒരു ഫോണുമായിട്ട് നമുക്ക് പെയർ ചെയ്താൽ ഈ ഒരു ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് കാണാൻ കഴിയും. ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എയർ മിറർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫോണുമായിട്ട് പെയർ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ വെച്ചിട്ട് നമുക്ക് മറ്റൊരു ഫോൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോണും പിന്നെ ഈ ഒരു കാർബോർഡിലും വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലിപ്പോൾ അതിന് ശേഷമുള്ളൊരു സ്റ്റൂളുണ്ട്. ഈ ഒരു സ്റ്റൂളിലാണ് ഞാൻ ഇരുന്നിട്ട് വീഡിയോ എടുക്കൽ. അപ്പോൾ ഈ ഒരു സ്റ്റൂളിന്മേൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളെ ആ ഒരു ട്രൈപ്പോഡും പിന്നെ നമ്മളെ ഒരു ഫോൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു എൻ്റെ വീട്ടിൻ്റെ തന്നെ ചുമരാണ്. ഞാനിപ്പോൾ ഈ ഒരു എൻ്റെ വീട്ടിൻ്റെ മുകളിലുള്ള ഒരു ടെറസ് വന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഔട്ട്പുട്ടിൽ നിങ്ങൾ കാണുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് രീതിയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ കഴിയും. അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ലൈറ്റിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്നത് ഈ ഒരു വീട്ടിൻ്റെ പുറത്തുനിന്നായതുകൊണ്ട് തന്നെ എൻ്റെ ലൈറ്റ് ഇതാണ് എൻ്റെ സ്റ്റുഡിയോൻ്റെ ലൈറ്റ്. നാച്ചുറൽ ലൈറ്റ് നമ്മൾ സൂര്യൻ്റെ ഒരു വെളിച്ചം വെച്ചിട്ടാണ് വീഡിയോ ഡയറക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ആകുമ്പോൾ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ലൈറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വേറെ ലൈറ്റൊന്നും വാങ്ങാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ബേസിക് സെറ്റപ്പ് ഏകദേശം എല്ലാവരും വീട്ടിലുണ്ടാവും. ഈ ഒരു പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരുടെ ഈ ഒരു സെറ്റപ്പ് എന്തായാലും ഉണ്ടാവും അറിയാം. അപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് കാണേണ്ടത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഏകദേശം ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്.
അപ്പോൾ ഈ ഒരു ബേസിക് സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ആ ഒരു ഔട്ട്പുട്ടിൽ നിങ്ങൾ ഈ ഒരു ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്ന ഒരു ഒറിജിനൽ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ഇത് ഔട്ട്ഡോറിനാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇൻഡോറിന് ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ലൈറ്റിംഗ് കൂടി വേണ്ടി വരും. ഔട്ട്ഡോറിനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൂര്യൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഇല്ലാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോൻ്റെ ഔട്ട്പുട്ടിൽ കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാപ് കട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഈ ഒരു ക്യാപ് കട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു പ്രൊഫഷണൽ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡയറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ക്യാപ് കട്ട് എന്നാണ്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു VPN കണക്ട് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആപ്ലിക്കേഷനിൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു VPN കണക്ട് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സർവർ സെലക്ട് കൊടുത്താൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു VPN കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഒരു ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരു VPN ഞാനിപ്പോൾ ടർബോ VPN ആണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ടർബോ VPN കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു പേജിൽ ഞാനിപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് നമുക്കൊരു ന്യൂ പ്രൊജക്റ്റ് ഷോർട്ട് കട്ട് എന്നുള്ള മറ്റു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു എഡിറ്റിംഗ് സെക്ഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ ഒരു എഡിറ്റിംഗ് സെക്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ വീഡിയോസ് നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണുന്നതായിരിക്കും. നമുക്ക് അതിൽ ടെക്സ്റ്റ്, സ്റ്റിക്കർ, ഓവർലേ അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോസ് നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ആ ഒരു ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഞാനിപ്പോൾ യൂട്യൂബ് തമ്പനിൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു യൂട്യൂബ് തമ്പനിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഈ ഒരു യൂട്യൂബ് തമ്പനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു യൂട്യൂബ് തമ്പനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം ആ ഒരു ടെംപ്ലേറ്റിൽ നമുക്ക് ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാകും. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റീപ്ലേസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പേജിലേക്ക് വരും. അതിൽ നമുക്ക് ആ ഒരു ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത് ഷെൽഫ് വിത്ത് പ്ലോട്ടഡ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഷെൽഫ് വിത്ത് പ്ലോട്ടഡ് പ്ലാന്റ് ഓൺ വൈറ്റ് വാൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ആ ഒരു ഷെൽഫിൻ്റെ എൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഷെൽഫ് ആ ഒരു രീതിയിലുള്ള കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ഒരു വീഡിയോയിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് വാളിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമുക്കൊരു TVയും ഒരു ഗിറ്റാർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെർച്ച് ബാർ ആ ഒരു ഫോട്ടോസിൻ്റെ തന്നെ സെർച്ച് ബാറിൽ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ TV എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ TV എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് കുറേ TVൻ്റെ ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫോട്ടോസ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ
വെച്ചിട്ടുള്ള ഒരു ടിവിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടിവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ടിവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു കറക്റ്റ് പൊസിഷനിൽ നമ്മൾ ആ ഒരു ടിവിൻ്റെ ഫോട്ടോ നമ്മൾ കറക്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച ശേഷം ഇനി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഗിറ്റാറാണ്. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗിറ്റാറും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ആ ഒരു സെർച്ച് ബാറിൽ പോയിട്ട് ഞാനിപ്പോൾ ഗിറ്റാർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഗിറ്റാറിൻ്റെ പിക്ചർ നമുക്ക് കിട്ടുന്നത്, ഒരു ഗിറ്റാറിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഗിറ്റാറിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗിറ്റാറിൻ്റെ ഫോട്ടോ നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് വെക്കുക. ഞാനിപ്പോൾ എൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഗിറ്റാറും പിന്നെ ആ ഒരു ടിവിൻ്റെ ഇതും കൂടി വെച്ചിട്ടാണ്, ടിവിൻ്റെ ഫോട്ടോ 2 ഫോട്ടോ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും. ആ ഒരു ഡൗൺലോഡ് ബട്ടൺ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫോണിൻ്റെ ഗാലറിയിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമ്മളെ ഗാലറിയിലേക്ക് ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ നമുക്ക് ആ ഒരു നമ്മളെ ബാക്കിലുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡയറക്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ സെക്ഷൻ നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു വീഡിയോൻ്റെ സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ അതിൽ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ആ ഒരു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ വീഡിയോൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് റിമൂവ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മളെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ 100% പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് തരണം നിർബന്ധമില്ല. നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോൻ്റെ എഡ്ജസ് നമുക്ക് അത്ര 100% നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച വാൾ എന്ന് പറയുന്നത് വൈറ്റ് വാൾ. ഞാൻ ആ ഒരു ചുമര്, എൻ്റെ വീടിൻ്റെ ചുമര് വൈറ്റ് ആയതുകൊണ്ട് ആ ഒരു വൈറ്റ് വാളിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വൈറ്റ് വാളിന് കറക്റ്റായിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു വൈറ്റ് വാളിന് കറക്റ്റായിട്ട് നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നെങ്കിൽ അത്ര നമ്മളൊരു വീഡിയോ കാണുന്ന ടൈമിൽ അത്ര ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളൊരു നോർമൽ വീഡിയോയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അഥവാ അത്ര പെർഫെക്റ്റായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നിട്ടില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു വീഡിയോ കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള വാളിനനുസരിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഒരു വാൾ വൈറ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിലേക്ക് ഞാനിപ്പം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു എഡിറ്റിംഗ് ബട്ടണിൽ താഴത്തായിട്ട് നമുക്കൊരു ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആഡ് ഇമേജ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു ഇമേജ് നമുക്ക് ഈ ഒരു നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ വീഡിയോ എടുക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്യാപ് കട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രൊഫഷണൽ രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യൽ മാത്രമല്ല, നമുക്ക് വേറെ നമുക്ക് നോർമൽ ഒരു വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷനിലുള്ള എല്ലാ ഫീച്ചേഴ്സ് നമുക്കുണ്ട്. നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം, പിന്നെ നമുക്ക് ട്രാൻസിഷൻ, ഒരു നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ എഡിറ്റർ ആപ്ലിക്കേഷനിലുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പവർ ഡയറക്ടർ അതേപോലത്തെ കൈൻ മാസ്റ്റർ പോലത്തെ ആപ്ലിക്കേഷൻ നമുക്ക് പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കണം. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി 100% ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഒരു നോർമൽ ഒരു യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു വീഡിയോൻ്റെ ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഡയറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, ഒരു അപ്ലോഡിൻ്റെ രീതിയിലൊരു ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു എക്സ്പോർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളെ ഫോണിലുള്ള ഒരു ഗാലറിയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്
നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണ്ടിയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വീഡിയോക്ക് വാട്ടർ മാർക്കൊന്നും ഉണ്ടാവില്ല. വാട്ടർ മാർക്കൊന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് 0 ബഡ്ജറ്റ് തന്നെ നിങ്ങൾക്ക് ഗ്രീൻ ഫീൽഡും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.